ഇതുപോലൊരു വാക്ക് ഭർത്താവിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഒട്ടുമിക്ക ഭാര്യമാരും. കുറേ നാളെ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുമോ. അപ്പോൾ ഞാൻ ഇന്ന് അതൊന്ന് സാധിച്ചു കൊടുക്കാം എന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ബ്രോയിലർ കോഴി ആയതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സവാളയൊക്കെ നല്ല പോലെ വഴറ്റി ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ചിക്കൻ ഇത്രയും ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 3/4 കിലോ ഉണ്ടാവും അരി. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചിക്കൻ നമ്മളെടുത്ത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊരിച്ചെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ സവാള നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ടിട്ട്. പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഇതെല്ലാം അരച്ച് ചേർത്തിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ പിന്നെ തക്കാളി ഇട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ ചിക്കനും കൂടി ഇട്ടിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ അതിലത്തെ കുറച്ച് സവാള കൂടെ ഇതിലിട്ടിട്ട് നല്ലപോലെ വെന്ത് ഉപ്പൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ നമുക്ക് ചോറ് വയ്ക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടി ചേർക്കേണ്ട, സൺഫ്ലവർ ഓയിൽ. പിന്നെ നമ്മുടെ സ്പൈസസ് കുറച്ച് ചേർത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിനാവശ്യമുള്ള വെള്ളമൊക്കെ ചേർക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച ശേഷം അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്നാൽ ഒരു അരമണിക്കൂർ ഞാനൊന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് അരിയിടാം. അരി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ബിരിയാണിക്കൊക്കെ ബെസ്റ്റ് കൈമ റൈസാണ്. ഇവിടെ എല്ലാവരും കൈമ റൈസ് തന്നെ കേട്ടോ കഴിക്കണത്. ഒന്ന് തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് തീ കുറച്ചൊന്ന് വേവിക്കണം. അപ്പോൾ തിളച്ചൊക്കെ വന്ന് നമ്മൾ തീ കുറച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ തട്ടി കൊടുത്തിട്ടാണ്. നമ്മളെന്തെങ്കിലും ദം ചെയ്യാനായിട്ട് ലെയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി വെപ്രാളത്തിൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സാധാരണ ഇടുന്ന പോലെ തന്നെ ചോറ്, ഇറച്ചി അങ്ങനെ ആയിട്ട് ഫുൾ ദമ്മൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ച് അണ്ടിപ്പരിപ്പും പിന്നെ സവാള എല്ലാം ഇട്ട് ദം ചെയ്തൊരു 20 മിനിറ്റോളം നമ്മൾ എടുത്തു കേട്ടോ. വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് കേട്ടോ. ഒരു ഹസ്ബൻഡിനെയാണ് വിളിക്കുന്നത് ദം പൊട്ടിക്കാനായിട്ട്. എനിക്ക് വിളമ്പാൻ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് മൂപ്പരാളിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ റൈസും ചിക്കനൊക്കെ എടുക്കട്ടെ എന്ന് കരുതി ഞാൻ വിളിച്ചു. എന്നിട്ട് അതൊക്കെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അതിലൊരു ലെഗ് പീസ് ഇരിപ്പുണ്ട്. അതിന് വേണ്ടിയുള്ള അടിയായിരുന്നു അവിടെ കുറച്ച് നേരം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നേരം പ്ലേറ്റ് എൻ്റെ കയ്യിൽ പോയിട്ട്. അപ്പോൾ ഈ ബിരിയാണിക്കൊപ്പം കഴിക്കാനായിട്ട് ഞാനൊരു സ്പെഷ്യൽ ഒരു ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഹോട്ടലിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ബീട്രൂട്ട് അച്ചാർ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി. പിന്നെ സാലഡ്, അച്ചാർ, ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത്. ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ട്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ സിമ്പിളാണ്, എളുപ്പമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കാം. എല്ലാവർക്കും ഹസ്ബൻഡിന് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് വേറൊരു ബിരിയാണി ട്രൈ ചെയ്യാമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ.